പാഠം 12. ഇന്ത്യൻ സിനിമയിലെ രാജശില്പി. അബുവിന്റെയും ദുർഗയുടെയും കഥ പറയുന്ന വിശ്വപ്രസിദ്ധമായ ഒരു ചലച്ചിത്ര കാവ്യമാണ് പഥേർ പാഞ്ചാലി. പ്രശസ്ത ബംഗാളി എഴുത്തുകാരനായ വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ രചിച്ച അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ രൂപം കൊണ്ടത്. നിശിന്തപൂർ എന്ന ബംഗാളി ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണ പണ്ഡിതനായിരുന്നു ഹരിഹര റായ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സർവജയും മക്കളായ ദുർഗയും അബുവും മുത്തശ്ശിയും എല്ലാം ചേർന്നതായിരുന്നു അവരുടെ കുടുംബം. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ആ കുടുംബത്തിന്റെ ജീവിതയാത്രയാണ് പഥേർ പാഞ്ചാലിയുടെ ഇതിവൃത്തം. അതോടൊപ്പം പഴയ തലമുറകളെക്കുറിച്ചുള്ള പ്രതിപാദനം കൂടിയായപ്പോൾ കഥയുടെ ആഴവും പരപ്പും വളരെ വിശാലമായി. തെരുവിന്റെ സംഗീതം എന്നാണ് പഥേർ പാഞ്ചാലി എന്ന ബംഗാളി വാക്കിന്റെ അർത്ഥം. പഴയ കാലത്ത് ബംഗാളിൽ നിലനിന്നിരുന്ന ആചാരങ്ങളും അനാചാരങ്ങളുമെല്ലാം ഈ കഥയിൽ കൃത്യമായി തന്നെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ജീവിതഗന്ധിയായ ഈ നോവലിനെ ഒരു അനശ്വര കലാശില്പമാക്കി മാറ്റിയത് സത്യജിത് റേ എന്ന ബംഗാളി യുവാവായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ രാജശില്പി എന്നാണ് കലാലോകം പിൽക്കാലത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. മികച്ച ചിത്രകാരൻ, ശ്രദ്ധേയനായ കഥാകൃത്ത്, മിടുമിടുക്കനായ പരസ്യ കലാകാരൻ, നല്ലൊരു സംഗീതജ്ഞൻ, സിനിമാ സംവിധാന രംഗത്തെ സവ്യസാചി എന്നീ നിലകളിലെല്ലാം സത്യജിത് റേ തിളങ്ങി നിന്നു. 1821 കൊൽക്കത്തയിലായിരുന്നു സത്യജിത് റേയുടെ ജനനം. ടാഗോർ കുടുംബവുമായി ബന്ധമുള്ളതും സാംസ്കാരിക പാരമ്പര്യമുള്ളതുമായ ഒരു തറവാടായിരുന്നു അവരുടേത്. സുകുമാർ റേയും സുപ്രഭയുമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. സുകുമാർ റേ അക്കാലത്ത് ബംഗാളിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും ചിത്രകാരനുമായിരുന്നു. കുഞ്ഞുനാളിൽ സത്യജിത്തിനെ വീട്ടുകാരും നാട്ടുകാരും മാണിക് എന്നാണ് വിളിച്ചിരുന്നത്. 36ാമത്തെ വയസ്സിൽ സുകുമാർ റേ അകാല നിര്യാണം പ്രാപിക്കുമ്പോൾ കൊച്ചു മാണിക്കിന് കേവലം 2 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് 6 വയസ്സായപ്പോഴേക്കും അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക നില പാടേ തകർന്നിരുന്നു. പിന്നീടുള്ള സത്യജിത്തിന്റെ ജീവിതം സാഹസികതകൾ നിറഞ്ഞതായിരുന്നു. ചെറുപ്പം മുതലേ പഠനത്തിൽ തൽപരനായിരുന്ന സത്യജിത്ത് പ്രതിബന്ധങ്ങളെ തട്ടിയെറിഞ്ഞ് മുന്നോട്ട് നീങ്ങി. കുട്ടിക്കാലം മുതൽക്കേ സിനിമാ കമ്പം ഉണ്ടായിരുന്നെങ്കിലും സാമ്പത്തിക ഞെരുക്കം അതിന് തടസ്സമായി. ടിക്കറ്റ് എടുത്ത് കൊട്ടകയിൽ പോയി സിനിമ കാണാൻ പോലും അവന് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ചാർലി ചാപ്ലിന്റെയും കീറ്റന്റെയും ഹാരോൾഡ് ലോയിഡിന്റെയും എല്ലാം ചിത്രങ്ങൾ കാണാൻ പഠനകാലത്ത് തന്നെ അവൻ അവസരമുണ്ടാക്കി. കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം സത്യജിത്ത് ലളിതകലകൾ അഭ്യസിക്കുന്നതിനായി ടാഗോറിന്റെ ശാന്തി നികേതനിൽ ചേർന്നു. വിഖ്യാത ചിത്രകാരനായ നന്ദലാൽ ബോസ് ആയിരുന്നു അവിടുത്തെ പ്രധാന ഗുരുനാഥൻ. എങ്കിലും കലാബിരുദം പൂർത്തിയാക്കും മുമ്പേ സത്യജിത്തിന് ശാന്തി നികേതനോട് വിട പറയേണ്ടതായി വന്നു. താമസിയാതെ സത്യജിത്തിന് ബ്രിട്ടീഷുകാരുടെ മേൽനോട്ടത്തിലുള്ള ഒരു പരസ്യ കമ്പനിയിൽ കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റായി ജോലി ലഭിച്ചു. എങ്കിലും ആ സമയത്തും ചലച്ചിത്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നത്. 1947 സത്യജിത്തും കുറേ സുഹൃത്തുക്കളും ചേർന്ന് കൊൽക്കത്ത ഫിലിം സൊസൈറ്റിക്ക് രൂപം നൽകി. ധാരാളം നല്ല സിനിമകൾ കാണാൻ ഇത് അവസരമൊരുക്കിക്കൊടുത്തു. ഇതിനിടയിൽ പരസ്യ കമ്പനിക്കാർ പ്രത്യേകം പരിശീലനത്തിനായി സത്യജിത്തിനെ ലണ്ടനിലേക്ക് അയച്ചു. പത്നി സമേതം കപ്പലിലാണ് അദ്ദേഹം അവിടേക്ക് പോയത്. കൊമേഴ്ഷ്യൽ ആർട്സിൽ 6 മാസത്തെ വിദഗ്ധ പരിശീലനം നൽകുക എന്നതായിരുന്നു കമ്പനിയുടെ ഉദ്ദേശ്യം. ഉർവശി ശാപം ഉപകാരം എന്ന് പറയും പോലെ ആ യാത്ര അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കി. ലണ്ടനിലെത്തി 3 ദിവസത്തിനുള്ളിൽ ബൈസിക്കിൾ തീവ്സ് എന്നൊരു വിശ്വവിഖ്യാത ചലച്ചിത്രം കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. അതോടെ വളരെ കാലമായി അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്ന ഒരു അഭിലാഷം സടകുടഞ്ഞെഴുന്നേറ്റു. പഥേർ പാഞ്ചാലി സിനിമയാക്കണമെന്നുള്ള അടങ്ങാത്ത മോഹമായിരുന്നു അത്. പരിശീലനം കഴിഞ്ഞ് ലണ്ടനിൽ നിന്ന് മടങ്ങുമ്പോൾ കപ്പലിൽ വെച്ച് സത്യജിത്ത് പഥേർ പാഞ്ചാലിയുടെ തിരക്കഥയ്ക്ക് ഒരു ഏകദേശ രൂപം നൽകി കഴിഞ്ഞിരുന്നു. പക്ഷേ എന്തു കാര്യം, നാട്ടിൽ വന്ന് പല നിർമ്മാതാക്കളെയും സമീപിച്ചെങ്കിലും പഥേർ പാഞ്ചാലി ചലച്ചിത്രമാക്കാൻ അവരാരും താല്പര്യം കാണിച്ചില്ല. നിരാശനായ സത്യജിത്ത് ഒടുവിൽ സ്വന്തമായി തന്നെ ചലച്ചിത്രം നിർമ്മിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. തന്റെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് കടമെടുത്ത 7500 രൂപയും ചില ബന്ധുക്കൾ നൽകിയ 2000 രൂപയും ഭാര്യയുടെ ആഭരണങ്ങൾ പണയം വെച്ച കുറച്ച് തുകയും കൂട്ടിച്ചേർത്ത് അദ്ദേഹം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള ശ്രമമായി. ചില സുഹൃത്തുക്കളുടെ സഹകരണത്തോടെ സത്യജിത്ത് പല ഗ്രാമങ്ങളിൽ നിന്നായി തന്റെ കഥാപാത്രങ്ങൾക്ക് പറ്റിയ നടീനടന്മാരെ കണ്ടെത്തി. താമസിയാതെ അദ്ദേഹം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു.
പക്ഷെ കയ്യിലുള്ള തുച്ഛമായ തുക കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതോടെ കാര്യങ്ങൾ വീണ്ടും തകിടം മറിഞ്ഞു. ഇനി എന്തു ചെയ്യും? ഒരു സുഹൃത്തു വഴി സത്യജിത്ത് അന്നത്തെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ഡോക്ടർ BC റോയിയുമായി ബന്ധപ്പെട്ടു. പലവിധ തടസ്സങ്ങൾ ഉന്നയിച്ചെങ്കിലും കുറേ ദിവസത്തെ ശുപാർശകളുടെയും സമ്മർദ്ദങ്ങളുടെയും ഫലമായി മുഖ്യമന്ത്രി ചിത്രം പൂർത്തിയാക്കാനുള്ള പണം അനുവദിച്ചു. അങ്ങനെ 1955 പതേർ പാഞ്ചാലി എന്ന ചലച്ചിത്ര ഇതിഹാസ കാവ്യം രൂപം കൊണ്ടു. ന്യൂയോർക്കിലെ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിലാണ് പതേർ പാഞ്ചാലി ആദ്യമായി അവതരിപ്പിച്ചത്. സിനിമ കണ്ട് കരയുന്ന കണ്ണുമായി ആളുകൾ പുറത്തേക്ക് വരുന്നത് തിയേറ്ററിന് മുന്നിൽ നിന്നിരുന്ന സത്യജിത്ത് റേ കണ്ടു. അവരിൽ വെള്ളക്കാരും നീഗ്രോകളും ചെറുപ്പക്കാരും വൃദ്ധരുമെല്ലാം ഉണ്ടായിരുന്നു. തന്റെ പരിശ്രമം സഫലമായിരിക്കുന്നു എന്ന് സത്യജിത്തിന് തോന്നി. കൊൽക്കത്തയിൽ 6 ആഴ്ചക്കാലം തുടർച്ചയായി തിങ്ങി നിറഞ്ഞ സദസ്സിലാണ് പതേർ പാഞ്ചാലി അവതരിപ്പിച്ചത്. എന്നിട്ടും മതിവരാതെ പ്രേക്ഷകർ വീണ്ടും വീണ്ടും ചിത്രം പ്രദർശിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പല ലോകോത്തര ചലച്ചിത്ര മേളകളിലും പതേർ പാഞ്ചാലി അവതരിപ്പിക്കപ്പെട്ടു. അതോടെ ഈ ചിത്രത്തിന് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു. പതേർ പാഞ്ചാലിയുടെ വിജയത്തെ തുടർന്ന് അപരാജിതോ, അപൂർ സാൻസാർ, ചാരുലത, ജൽസാഗർ, ഗണശത്രു, ശാഖ പ്രശാഖ, ദേവി, ഗായിരേ ബായിരേ, അഗന്തുക്, മഹാസാഗർ, സീമാബദ്ധ എന്നിങ്ങനെ 30ഓളം ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. സത്യജിത്തിന്റെ ഓരോ ചിത്രവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ജീവിതഗാഥകളായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണാൻ ആകാംക്ഷയോടെ ജനങ്ങൾ തിയേറ്ററുകളിൽ തിങ്ങി നിറഞ്ഞു. ടാഗോർ കഥകളെ ആസ്പദമാക്കി അദ്ദേഹം നിർമ്മിച്ച ചാരുലതയും തീൻ കന്യയും ഗായിരേ ബായിരേയും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളാണ്. ഈ തിരക്കുകൾക്കിടയിൽ സത്യജിത്ത് കുട്ടികൾക്കായി സന്ദേശ് എന്നൊരു മാസികയും നടത്തി വന്നിരുന്നു. സത്യജിത്തിന്റെ മുത്തശ്ശനും പിൽക്കാലത്ത് അച്ഛനും നടത്തി വന്നിരുന്ന സന്ദേശ് അദ്ദേഹം താല്പര്യപൂർവ്വം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. എണ്ണമറ്റ പുരസ്കാരങ്ങളാണ് സത്യജിത്ത് റേയെ തേടിയെത്തിയത്. 3 പത്മ പുരസ്കാരങ്ങളും പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും നൽകിയാണ് രാഷ്ട്രം ഈ മഹാപ്രതിഭയെ ആദരിച്ചത്. 30ലേറെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായി. ചാർലി ചാപ്ലിന് ശേഷം ഓക്സ്ഫോർഡ് സർവകലാശാല സിനിമാ രംഗത്തെ അമൂല്യ സംഭാവനകൾക്ക് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത് സത്യജിത്തിനായിരുന്നു. 1967 മാക്സേസെ പുരസ്കാരം, 1987 ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം, 1985 ദാദാ ഫൽക്കെ അവാർഡ് എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചു. 1992 സമഗ്ര സംഭാവനയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ഒരു ഐന്ദ്രജാലകനെ പോലെ ഇന്ത്യൻ സിനിമാ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആ കർമ്മയോഗി 1992 ഏപ്രിൽ 23 അരങ്ങിൽ നിന്ന് മറഞ്ഞു.